ചങ്ങൻകുളങ്ങര പുലത്തിട്ട ചതുഷ്ഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവ ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാസബരിക്കും കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിനും ആയില്യം ഉത്സവത്തിനും തുടക്കമായി. ജനുവരി 18-നാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന് ജനുവരി 21-ന് സുനിൽ ഗാലക്സി കായംകുളം ഭദ്രദീപം കൊളുത്തിയതോടെ ആരംഭം കുറിച്ചു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്നതും ഭക്തജനങ്ങൾക്ക് പ്രത്യക്ഷ അനുഭവങ്ങൾ നൽകുന്നതുമായ ആചാരമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ആചാരം കൂടിയാണ് ഇത്. കാലാകാലങ്ങളായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീവിദ്യാരാധനാ സമ്പ്രദായത്തിന്റെ ബാഹ്യാചരണമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനമായി പരിണമിച്ചിരിക്കുന്നത്. ഈ കാപ്പെന്ന് പറയുന്നത് ദേവിയാണ് ഇതിനകത്ത് കൊത്തിയേക്കുന്നത്. അപ്പോൾ ഈ 9 ദിവസം നമ്മുടെ നേരത്തെ മുതലേ ഉത്സവങ്ങളുള്ളതാണ്. അപ്പോൾ ആ ഉത്സവങ്ങളിൽ ഈ 10 ദിവസവും ദേവിയെ നമ്മുടെ കൈകളിൽ ആവാഹിച്ച് ഈ കാപ്പിനകത്ത് ആവാഹിച്ച് നമ്മൾ കയ്യെ കെട്ടി ഒരു വ്രതമായിട്ട് ആ 10 ദിവസം ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം ആ വ്രതത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. 6 കാപ്പാണ് കെട്ടിയിരിക്കുന്നത് ഞാൻ. എൻ്റെ മോൾക്കും കുഞ്ഞുങ്ങൾക്കും എനിക്കും ഇവിടെ ഉള്ളതാണ് ഈ കാപ്പ്. അത് നമുക്ക് കൂട്ടുകാർക്ക് വേണമെങ്കിലും പറ്റത്തില്ല എന്ന് കണ്ടാൽ അങ്ങനെ ചെയ്യാം. കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണിത്. ഇവിടെ ഈ പ്രദേശത്തൊന്നും ഇങ്ങനെ ഒരു ആചാരം ഇല്ല. ശൈവ വൈഷ്ണവ ശാക്തേയ വിധി പ്രകാരം നടത്തുന്ന ത്രിശക്തി പൂജയിൽ ശ്രീ മഹാദേവനെയും ശ്രീ മഹാവിഷ്ണുവിനെയും ശ്രീ മഹാകാളിയെയും സംപ്രീതരാക്കി പരാശക്തിയുടെ ചൈതന്യം ദേവിയുടെ മൂർത്തിരൂപത്തിൽ ആവാഹിച്ച് ഭക്തരുടെ കൈകളിൽ ചാർത്തുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം. നിരവധി ഭക്തജനങ്ങളാണ് കാപ്പുകെട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. 7 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് ജനുവരി 27-ന് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം സമാപിക്കും. 64 യോഗിനിമാരെയും അവയുടെ വിശ്രാന്തിയും ക്ഷേത്രത്തിന് ചുറ്റും 64 മണ്ഡപങ്ങളിലായി വിഭാവനം ചെയ്ത് ബിന്ദുമധ്യത്തിൽ ശ്രീ മഹാകാളിയെ കാതി ആംനായമനുസരിച്ച് പ്രതിഷ്ഠിച്ച് ക്ഷേത്ര സമുച്ചയം ശ്രീചക്രമായി കൽപ്പന ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. സമാപന ദിവസമായ ജനുവരി 27-ന് ആയില്യപൂജയും അഭീഷ്ട വരപ്രസാദ പൂജയും തുടർന്ന് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാന സമാപനവും നടക്കും. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീമൂല ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കുന്നതോടെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾക്ക് സമാപനം കുറിക്കും. രാവിലെ 9 മണിക്ക് ശ്രീവിദ്യാ ദേവസ്വം ട്രസ്റ്റിന്റെ 2ാമത് വാർഷികവും പൊതുസമ്മേളനവും AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്യും. ശ്രീവിദ്യാ ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിക്കും. CR മഹേഷ് MLA മുഖ്യ പ്രഭാഷണം നടത്തും. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ ഖണ്ഡ വിഖണ്ഡിത ഷണ്ഡവിതും ഷണ്ഡപജാധിപതേ രിപുഗജഖണ്ഡ വിതാരണ ഛണ്ഡപരാക്രമ ശൗണ്ഡമൃഗാധിപതേ. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.